ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് എന്തൊക്കെ ഫീലിങ്സാണ് ഈ നിമിഷം തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് കാണാനായിട്ടുള്ള സമയമൊക്കെ ആയിട്ടുണ്ടാവുക. അപ്പോൾ റെസിനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കാം. അപ്പോൾ മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് നിങ്ങൾ വേഗം വരൂ, നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് യൂണിവേഴ്സ്, ഏഞ്ചൽസ്, വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. നന്നായി ഷഫിൾ ചെയ്യുന്നുണ്ട്. ഷഫിൾ ചെയ്യുന്നത് കുറച്ച് നേരം നിങ്ങളൊന്ന് കാണുക. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പം ഞാൻ നന്നായി ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഇനി എടുത്തിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പ്രെഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ് ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ സ്പ്രെഡിൽ പറയാനുള്ള നിങ്ങളുടെ വ്യക്തിയുടെ വളരെ നിഗൂഢമായിട്ടുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് ഒത്തിരി സ്നേഹമാണ് നിങ്ങളോട് ഈ വ്യക്തിക്ക് കേട്ടോ. വളരെയധികം സിൻസിയറായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്ത് കാര്യവും ഫസ്റ്റ് ഇപ്പോൾ ഒരു ഫുഡ് കഴിക്കുമ്പോൾ പോലും അയ്യോ എൻ്റെ പേഴ്സൺ അത് കഴിച്ചിട്ടുണ്ടാവുമോ, അല്ലെങ്കിൽ ഈ സമയത്ത് എന്തെങ്കിലും കഴിച്ചിരിക്കുമോ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ സിൻസിയറായിട്ടുള്ള ആളാണ്. റയറായിട്ടാണ് ഇങ്ങനെയുള്ള ആളുകളെ കാണുന്നത്. സോ അതുകൊണ്ട് ഞാനത് പറയുകയും ചെയ്യാറുണ്ട്. നിങ്ങളെന്താണ് അവർക്ക് കൊടുത്തത് അത് റിയലായിട്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ച് തരുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന രീതി വളരെ അർത്ഥവത്താണ്. മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും കെയർ ചെയ്യാനും ആരും ഈ വ്യക്തിയെ കണ്ടാലോ പരിചയപ്പെട്ടാലോ ഇതൊരു ബാഡ് മനുഷ്യനാണെന്ന് ഒരാളും പറയത്തില്ല. കാരണം അത്രയും സ്നേഹിക്കാൻ അറിയുന്ന വ്യക്തിയാണ്. വളരെ വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾ ലൈഫിനെ കൊണ്ടുപോകുന്നത് വളരെ ഇരുന്ന് നോക്കി കാണുന്നൊരു വ്യക്തിയാണ്. നിങ്ങളത്രയും ലൈഫിനോട് ഫൈറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് നീങ്ങി ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴും, ഇപ്പം നിങ്ങളൊരു ബിസിനസ് ആയിരിക്കാം, മേ ബി ഒരു ഹൗസ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സ്മോൾ ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം, ടൈലറിങ് ചെയ്യുന്ന ആളായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ. നിങ്ങൾക്ക് ചെയ്യുന്ന നിങ്ങളുടെ ആ ഒരു തൊഴിലിനെ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തെ വളരെ മഹത്വവൽക്കരിച്ചുകൊണ്ടാണ് ആ വ്യക്തി കാണുന്നത്. നിങ്ങളെ അത്രയ്ക്കധികം സ്നേഹമാണ്, നിങ്ങളെ ഒരിക്കലും ഇഗ്നോർ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കത്തില്ല. മനസ്സിലായോ? ഞാൻ പറഞ്ഞ പോലെ ഞാൻ മുന്നത്തെ റീഡിങ്ങിൽ പറഞ്ഞു കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 3 ചാനലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ, സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കണക്റ്റ് ആയിട്ടുള്ള റീഡിങ്സ് വരുമ്പം മിസ്സാവാതെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കണക്റ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ റീഡിങ്സ് പോയി കാണുക. നിങ്ങൾ യൂണീക്കായിട്ടാണ് നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുപോകുന്നത്. വേറെ ആരും എങ്ങനെ കൊണ്ടുപോകാത്ത രീതിയിൽ വളരെ യൂണീക്കായിട്ടാണ് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ നീക്കി കൊണ്ടുപോകുന്നത്. ആ രീതി, ആ വേ ഈ വ്യക്തിക്ക് വളരെയധികം പ്രോപ്പറായിട്ടും ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ ജീവിതത്തിനെ കാണുന്ന രീതി, അല്ലെങ്കിൽ നിങ്ങളുടെ സംസാര ശൈലി, നിങ്ങളുടെ ഒരു ചിരി, നിങ്ങളുടെ നടത്തം, നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ മൂക്ക്, നിങ്ങളുടെ ചിരി, ചുണ്ട്, ഇതൊക്കെ എസ്പെഷ്യലി അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, നിൻ്റെ ആ ചിരിയാണ് എന്നെ മയക്കുന്നത്, നിൻ്റെ ആ നോട്ടമാണ് എന്നെ വീഴ്ത്തുന്നത്. അങ്ങനെ പലതും പറഞ്ഞിരിക്കാം. മേ ബി അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞിട്ടുള്ളവർ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഏത് നിങ്ങളുടെ കണ്ണാണോ മൂക്കാണോ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യണേ, എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ സംസാര ശൈലി, അതിലൊക്കെ അവർ ഒരുപാട് പാഷനേറ്റ് ആവുന്നുണ്ട്. അവരൊരുപാട് അതിനെ ഇംപ്രസ്ഡ് ആയിട്ട് ആ ഭയങ്കര പാഷൻ വെച്ചുകൊണ്ടാണ് അവർ ഓരോ കാര്യങ്ങളും നിങ്ങളോട് പെരുമാറുന്നതും നിങ്ങളോടൊപ്പം മുന്നോട്ട് നീങ്ങുന്നതും ഒക്കെ. അത്രയ്ക്കും നിങ്ങളെ അവർ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. രാത്രി സമയങ്ങളിലൊക്കെ നിങ്ങൾ അടുത്തുണ്ടാവണം, നിങ്ങൾ കൂടെ ഉണ്ടാവണം. അത് ഏതൊരു ആളുകളായാലും ചിന്തിക്കുമല്ലോ, നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികൾ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന്. ആ ഒരു ഫീലിങ്സ് ഈ വ്യക്തിക്കും വളരെയധികം ഉണ്ട് നിങ്ങളോട്. നിങ്ങളെ ഹഗ് ചെയ്താൽ, ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്താൽ പോലും ഒരുപാട് കംഫേർട്ട്, സാറ്റിസ്ഫാക്ഷൻ, ഒരുപാട് റിലാക്സേഷൻ ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ നിങ്ങളുടെ ചിരി, നിങ്ങൾ ജീവിക്കുന്ന രീതി, അതിൻ്റെ ശൈലി, ഇതൊക്കെ അവരൊരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ വേണമാണ് ഓരോരുത്തരും, ഓരോ മനുഷ്യരും ഇങ്ങനെ ചിന്തിക്കണം, അല്ലെങ്കിൽ ഓരോ മനുഷ്യരും ഇങ്ങനെ ആവണം എന്ന് എങ്ങനെയാണോ അത് ആ വ്യക്തി കാണിച്ചു തരുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങളുടെ മാരേജൊക്കെ സ്വപ്നം കാണുന്നുണ്ട്, ഒരുപാട് വിഷ്വലൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒരുപാട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഏത് നിമിഷവും ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ആൾ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മളിലേക്ക് കൊണ്ടുതരും, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ അതുപോലെ ഇങ്ങോട്ട് വിഷ്വലൈസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ അയാളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നിങ്ങൾ ഭയങ്കര ക്രഷാണ് അവർക്ക്. അപ്പോൾ നിങ്ങളെ തന്നെ ഇങ്ങനെ ചിന്തിച്ച്, നിങ്ങളെന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ കൈപ്പിടിച്ച് നിങ്ങളെ ആലോചിച്ച്, നിങ്ങൾ ഒരുമിച്ചുള്ള മൊമെൻറ്റ്സ് ചിന്തിച്ച്, നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് എവിടെയാണ്, ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സ്ഥലം, അതൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. ലൈഫിൽ നിങ്ങൾ സ്റ്റക്കാവുന്ന സമയത്ത് ഒരുപാട് മോട്ടിവേഷനും ഒരുപാട് എനർജി ആയിട്ട് മുന്നോട്ട് നിങ്ങളുടെ കൂടെ നീങ്ങാൻ വേണ്ടിയിട്ട് അവരൊരുപാട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ലൈഫ് എങ്ങനെയൊക്കെ മറിക്കാമെന്ന് വളരെ വ്യക്തമായിട്ട് ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തികളാണ്. നിങ്ങളെ ബേസിക് ഫൗണ്ടേഷനാക്കി നിർത്തിക്കൊണ്ട് നിങ്ങളിൽ പല കാര്യങ്ങളും പണിതുയർത്താനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഇമോഷൻസും ഫീലിങ്സും ആണ് കേട്ടോ ഈ വ്യക്തിക്ക്. അത് പോസിറ്റീവ് ആയിരിക്കാം, ചില കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ളതും ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളെ ഇമോഷണലി വളരെയധികം കണക്റ്റഡ് ആവാൻ നോക്കുന്നുണ്ട്, നിങ്ങൾ ടെലിപ്പതിക്കലി കണക്റ്റഡ് ആവുന്നുണ്ട്. നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ പരസ്പരം കാണാതെ, ഒരു ഫോൺ പോലും ഉപയോഗിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മെസ്സേജസ് കൈമാറുന്നുണ്ട്, നിങ്ങൾ പോലും അറിയാതെ. ഇറ്റ്സ് യുവർ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. ഒരു പക്ഷേ ചിലർക്ക് നെഗറ്റീവ് ഇമോഷൻസ് ഫേസ് ചെയ്യുന്ന വ്യക്തികളെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു 30% ആളുകളും ഈ റീഡിങ് കാണുന്നതിൽ ഒരു 30 ഇല്ല, ഒരു 25 ഒക്കെ അത്രയും ആളുകളിൽ നെഗറ്റീവ് ഇമോഷൻസ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറുടെ അടുത്ത് നിന്ന് നെഗറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ, നെഗറ്റീവായിട്ട് ഒരുപാട് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്ന വ്യക്തികളെ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്നത് എന്താ, നിങ്ങൾക്ക് റെസനേറ്റ് ആവില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് റെസനേറ്റ് ആവില്ല. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ടോക്സിക് ആണോ അല്ലയോ എന്ന് നിങ്ങൾ മൂൺ ഗോഡസ് ചാനലിൽ പോയി വാച്ച് ചെയ്തിട്ട് വരിക. അപ്പോൾ ടോക്സിക് ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇത് റെസനേറ്റ് ആവില്ല. അതൊക്കെ കെയർ ചെയ്ത് റീഡിങ് കാണും കേട്ടോ. നിങ്ങളുമായിട്ടുള്ള ഫോറെവർ റിലേഷൻഷിപ്പാണ് കേട്ടോ അവരാഗ്രഹിക്കുന്നത്. എന്നും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവണം, എന്നും എപ്പോഴും നിങ്ങളായിരിക്കണം അവരുടെ വലിയ ഒരു തിങ് എന്ന് പറയുന്നത്. ട്വിൻ ഫ്ലെയിം ജേണി ആയിരിക്കാം, നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാം. അത്ര എളുപ്പത്തിൽ കടന്നു പോകുന്നൊരു കാര്യമല്ല ട്വിൻ ഫ്ലെയിം ജേണി എന്ന് പറയുന്നത്. അതിൽ കഷ്ടപ്പാടുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും, പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ടാവും. എല്ലാ സിറ്റുവേഷൻസും വളരെ ഹാപ്പി ആയിട്ട് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിവുള്ളവർക്കാണ് ഈ ട്വിൻ ഫ്ലെയിം ജേണിയൊക്കെ വളരെ എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഡേ ഡ്രീംസ് കാണുന്ന ഈ വ്യക്തികൾ ഒരുപാട് ഡേ ഡ്രീം കാണുന്നുണ്ട്. നിങ്ങൾ അടുത്തുണ്ടാവും, നിങ്ങൾ ഒരുമിച്ചുണ്ടാവും, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത്, ബാക്കിയൊക്കെ നിങ്ങൾ ഊഹിച്ചാൽ മതി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എൻ്റെ ചാനൽ അല്ലെങ്കിൽ സെൻസേർഡ് ആവും. വന്നിട്ടുള്ള ഫീലിങ്സ് എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ പൂട്ടിക്കെട്ടി എടുത്ത് വയ്ക്കേണ്ടി വരും. സോ അവർ ഒരുപാട് ഡേ ഡ്രീംസ് കാണുന്നുണ്ട് നിങ്ങളെ പറ്റിയിട്ട്. അത് ഞാനിപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് എനിക്കറിയില്ല. എനിക്ക് കാർഡ്സിലൂടെ ഒരുപാട് ഇൻഡിക്കേഷൻസ് കിട്ടുന്നുണ്ട്. നിങ്ങളെ അത്രയ്ക്കും ഇഷ്ടമാണ് കേട്ടോ, അത്രയ്ക്കും കാര്യമാണ്. ഫോർ എവർ ആയിട്ട് ലൈഫ് ലോങ് എന്നും എല്ലായ്പ്പോഴും നിങ്ങൾ കൂടെ ഉണ്ടാവണം എന്നവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, നിങ്ങളും ഡേ ഡ്രീംസ് കാണുക, ഒരുപാട് വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഫോണിലൂടെയോ നേരിട്ട് സംസാരിച്ചിട്ടുള്ള ഡേ ഡ്രീംസുകൾ, കാര്യങ്ങൾ റിയൽ ലൈഫിലും കൊണ്ടുവരണമെന്ന് അവർ തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ചിലപ്പം ജസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, അതൊക്കെ ഇപ്പോഴും കൊണ്ടുവരണം, എൻ്റെ ലൈഫിൽ ഇപ്പോൾ നടക്കണം. നിങ്ങളുമായിട്ട് ഓരോ സെക്കൻഡും ചിലവഴിക്കാനായിട്ട് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫാൻറ്റസി ലോകം, ഫാൻറ്റസി വേൾഡ്, ആ ഒരു ക്രിയേഷനിലാണ് അവർ നിൽക്കുന്നത്. ടിക്കറ്റ് ഇല്ലാണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന വ്യക്തികളാണ് കേട്ടോ അവർ.
എവിടെ ഇരുന്നാലും കുഴപ്പമില്ല, നിങ്ങളുടെ അടുത്ത് മിനിറ്റ് വെച്ചിട്ട് പറന്നെത്താനുള്ള കഴിവ് അവർക്കുണ്ട്. നിങ്ങളുടെ അടുത്ത് അവർ ജീവിക്കുകയാണ്, നിങ്ങളുടെ അടുത്ത് എപ്പോഴും അവർക്കുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു അയ്യോ ഇവിടെ ഉണ്ടോ, അവരുടെ സാന്നിധ്യം പോലും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ടെലിപ്പതിക്കലി നിങ്ങൾ കണക്റ്റഡ് ആവുന്നതാണ്. അയ്യോ അവരിവിടെ ഉണ്ടോ എന്ന് വരെ നിങ്ങൾക്ക് തോന്നിപ്പോകുന്ന സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടായി കാണാം. അപ്പോൾ ഡേ ഡ്രീംസ് വളരെ സ്ട്രോങ് ആയിട്ട് നടക്കട്ടെ. വിഷ്വലൈസ് ചെയ്യുക, നിങ്ങൾ പരസ്പരം വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ രണ്ടുപേരും രണ്ട് ധ്രുവത്തിലിരുന്ന് അട്രാക്ട് ചെയ്തുകൊണ്ടിരുന്ന എത്രയും പെട്ടെന്ന് ആ കാര്യം നടക്കും. റിയലിസ്റ്റിക് ആയിട്ട് ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾ. അപ്പോൾ അങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നിങ്ങൾ മിണ്ടുന്നില്ലെങ്കിൽ പോലും സോഷ്യൽ മീഡിയ വഴി നിങ്ങളുടെ കാര്യങ്ങൾ, മറ്റ് സുഹൃത്തുക്കൾ വഴി നിങ്ങളുടെ കാര്യങ്ങൾ, മറ്റേതെങ്കിലും ബന്ധുക്കൾ വഴി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ വ്യക്തി അറിയുന്നുണ്ട്. സോ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് എടുക്കുക. അപ്പോൾ ഇതിലുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക, അത് എഫേം ചെയ്യുക കമൻറ്റ് ബോക്സിൽ. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാൻ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ, ബൈ.